വെൽക്കം ടു ഓൾ. നമ്മൾ പുതിയ ചാപ്റ്റർ ആണ് തുടങ്ങുന്നത്. ഇതൊരു IFRS റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അതിനകത്ത് കുറച്ച് ഏർണിംഗ് പെർ ഷെയർ അങ്ങനെ കുറച്ച് സ്റ്റാൻഡേർഡുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ സ്റ്റാൻഡേർഡ് പ്രകാരം, പുതിയ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് പ്രകാരം എങ്ങനെയാണ് കുറച്ച് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിനകത്ത് ഇരിക്കുന്നത്. ഇത് എന്ന് പറയുന്നത് ഡിസ്ക്ലോഷർ റിലേറ്റഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും ആയിട്ടാണ് ഈ ചാപ്റ്റർ. അതായത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അത് ഫസ്റ്റ് വരുന്നത് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഫോർ ബേസിക് ആൻഡ് ഡൈല്യൂട്ടഡ് EPS ആണ്. EPS എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്, ഏർണിംഗ് പെർ ഷെയർ ആണ്. അതെന്ന് പറയുന്നത് ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 33 ആണ് ഈ EPS റിലേറ്റഡ് കാൽക്കുലേഷനും അതിന്റെ പ്രിൻസിപ്പിൾ ഒക്കെ ലേ ചെയ്യുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 33. ഡൈല്യൂട്ടഡ് EPS എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ വാല്യൂ ഓഫ് EPS എന്നാണ് അർത്ഥം കേട്ടോ. അത് നമുക്കറിയാം EPS എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കമ്പനിയുടെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മാനദണ്ഡമാണ് ആക്ച്വലി EPS എന്ന് പറയുന്നത്. ആസ് പെർ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 33, ഈ ഏർണിംഗ് പെർ ഷെയർ ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ് ഓൺ ദ ഫേസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫേസിൽ EPS എത്രയാന്നുള്ളത് എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം. ഈ സ്റ്റാൻഡേർഡിന്റെ ഒബ്ജക്റ്റീവ് എന്താന്ന് വെച്ചാൽ ഈ EPS ഡിറ്റർമൈൻ ചെയ്യാനുള്ള പ്രിൻസിപ്പിൾസ് പ്രിസ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ പ്രിൻസിപ്പിൾസ് എന്തിനാ പ്രിസ്ക്രൈബ് ചെയ്യണത് എന്ന് വെച്ചാൽ എഫക്റ്റീവ്നെസ് ഓഫ് കമ്പാരിസൺ പോസിബിൾ ആക്കാനുണ്ട്. കാരണം ഒരു കോമൺ പ്രിൻസിപ്പിളിന്റെ ബേസിൽ EPS എല്ലാ കമ്പനികളും കാൽക്കുലേറ്റ് ചെയ്താലാണ് രണ്ട് ഡിഫറെന്റ് എൻറ്റിറ്റീസിന്റെ EPS നമുക്ക് കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു റിസൾട്ട് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു കമ്പനി തന്നെ എല്ലാ പ്രാവശ്യം വ്യത്യസ്ത രീതിയിൽ EPS കാൽക്കുലേറ്റ് ചെയ്ത് എന്താണ് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു കമ്പനിയുടെ തന്നെ ഡിഫറെന്റ് അക്കൗണ്ടിങ് പീരീഡിലെ EPSകളുടെ കമ്പാരിസൺ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടും രണ്ട് ഡിഫറെന്റ് എൻറ്റിറ്റീസിന്റെ EPSന്റെ കമ്പാരിസൺ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടും EPSകൾ കാൽക്കുലേറ്റ് ചെയ്യാൻ, ഏർണിംഗ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ സ്റ്റാൻഡേർഡ് കുറച്ച് കോമൺ പ്രിൻസിപ്പിൾസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ നമ്മുടെ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 33യുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ടു പ്രിസ്ക്രൈബ് കോമൺ പ്രിൻസിപ്പിൾ ഫോർ ഡിറ്റർമൈനിങ് ആൻഡ് പ്രസന്റിങ് ഏർണിംഗ് പെർ ഷെയർ. ഇതിന്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ കമ്പനികളും ഫോളോ ചെയ്യണമെന്നില്ല. പബ്ലിക്കലി ഷെയർസ് ലിസ്റ്റ് ചെയ്ത കമ്പനികൾ അല്ലെങ്കിൽ ഷെയർസ് പബ്ലിക്കലി ട്രേഡ് ചെയ്യുന്ന കമ്പനികൾ നിർബന്ധമായിട്ടും EPS ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറഞ്ഞ രീതിയിൽ വേണം കാൽക്കുലേറ്റ് ചെയ്യാനും അത് പ്രസന്റ് ചെയ്യാനും. ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ കുറച്ച് ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. ഫസ്റ്റ് വരുന്നതാണ് ഓർഡിനറി ഷെയർ. ഓർഡിനറി ഷെയർ എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് കോമൺ ഷെയറിനെ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്, ഓർഡിനറി ഷെയർ എന്ന് പറയുന്നത്. ഇനി പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇക്വിറ്റി ആവാൻ സാധ്യതയുള്ള ഷെയറുകളെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്, അതെന്താണ്, ഒരു സ്പെസിഫൈഡ് പീരീഡ് കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ആകാം. അതുപോലെ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്, ഷെയർ വാറണ്ടുകൾ, ഷെയർ ഓപ്ഷൻസ്, അതായത് ഇപ്പൊ ഇക്വിറ്റി അല്ല പക്ഷെ ഭാവിയിൽ ഇക്വിറ്റി ആവാൻ സാധ്യതയുള്ള ഇൻസ്ട്രുമെന്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർ എന്ന് പറയുന്നത്. പിന്നെ ഏർണിംഗ് പെർ ഷെയർ. ഏർണിംഗ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിന്റെ അല്ല, ഓർഡിനറി ഷെയർസിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസിലുള്ള അവകാശത്തിനെയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഏർണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത് ആസ് പെർ ദി സ്റ്റാൻഡേർഡ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഡൈല്യൂഷൻ ആണ്. ഡൈല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ റിഡക്ഷൻ ഇൻ ഏർണിംഗ് പെർ ഷെയർ അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ലോസ് പെർ ഷെയർ റിസൾട്ടിങ് ഫ്രം എന്താണ്, ന്യൂ ഷെയർസ് ആർ ഇഷ്യൂഡ് ഓർ കൺവേർട്ടബിൾ ഇൻസ്ട്രുമെന്റ് ആർ കൺവേർട്ടഡ്. അതായത് ഓർഡിനറി ഷെയറിന്റെ എണ്ണം ഇൻക്രീസ് ചെയ്യുന്നത് മൂലം EPSൽ ഉണ്ടാകുന്ന കുറവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൈല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം പ്രോഫിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ EPS സ്വാഭാവികമായിട്ടും കുറയും. അതിനെയല്ല നമ്മൾ ഡൈല്യൂഷൻ എന്ന് പറയുന്നത്. ഓർഡിനറി ഷെയറിന്റെ എണ്ണം കൂടുന്നത് മൂലം EPS കുറയും. നമുക്കറിയാം 10,000 രൂപയാണ് ഒരു ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ്. അതിന് 10,000 ഷെയർസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ എത്രയാണ് ഏർണിംഗ് പെർ ഷെയർ, ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർ. അപ്പൊ 10,000 ഡിവൈഡ് 10,000 1. അപ്പൊ നമുക്ക് ഒരു കൊല്ലം കഴിഞ്ഞപ്പോ എന്താണ്,
20,000 ഷെയർസ് ആയിട്ട് മാറി. നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ്? 10,000 തന്നെയാന്ന് വിചാരിക്കുക. 10,000 ഡിവൈഡ് ബൈ 20,000 ആണ് ചെയ്യുക. നമ്പർ ഓഫ് ഷെയർസ് 20,000. അപ്പൊ എത്രയാണ്? 0.5 ആയി. അവിടെ EPS കുറഞ്ഞത് എന്ത് കാരണമാണ്? നമ്മുടെ നമ്പർ ഓഫ് ഷെയർസ് കൂടിയ കാരണം. അപ്പൊ അങ്ങനെ നമ്പർ ഓഫ് ഷെയർസ് കൂടുന്നത് കാരണം, ബിക്കോസ് ഓഫ് മേ ബി ഇൻസ്ട്രുമെന്റുകൾ കൺവേർട്ട് ചെയ്ത കാരണമായിരിക്കാം, അല്ലെങ്കിൽ ഓപ്ഷൻസോ വാറന്റ്സോ എക്സൈസ് ചെയ്ത കാരണമായിരിക്കാം, അല്ലെങ്കിൽ ഓർഡിനറി ഷെയറുകൾ തന്നെ പുതിയത് ഇറക്കിയത് കാരണമായിരിക്കാം. അങ്ങനെ ഓർഡിനറി ഷെയറിന്റെ എണ്ണം കൂടുന്നത് കാരണം EPS കുറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൈല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഈ സ്റ്റാൻഡേർഡ് പ്രകാരം എങ്ങനെയാണ് EPS കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനൊരു ഫോർമുല ഉണ്ട്. പ്രോഫിറ്റ് ഓർ ലോസ് ആട്രിബ്യൂട്ടബിൾ ടു ഓർഡിനറി ഇക്വിറ്റി ഷെയർ ഹോൾഡർ ഓഫ് ദ പാരന്റ് കമ്പനി divided by weighted average number of ordinary shares outstanding during the period. അതായത് പ്രോഫിറ്റ് attributable to ordinary shares divided by weighted average number of ordinary shares outstanding. ഇനി അതിൽ ഓരോ എലമെന്റ് നമുക്ക് പഠിക്കാം. കാൽക്കുലേഷൻ ഓഫ് ഏർണിംഗ്, അതായത് പ്രോഫിറ്റ് ഓർ ലോസ്. ഈ പ്രോഫിറ്റ് ആട്രിബ്യൂട്ടബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റഡ് ആഫ്റ്റർ ഡിഡക്ടിങ് ഓൾ എക്സ്പെൻസസ്. ടാക്സ് ആയാലും മൈനോറിറ്റിയുടെ ഇൻട്രസ്റ്റ് ആണെങ്കിലും പ്രിഫറൻസ് ഡിവിഡൻഡും ഒക്കെ കുറച്ചിട്ട് പാരന്റ് കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോഫിറ്റ് ഓർ ലോസ് ആട്രിബ്യൂട്ടബിൾ ടു പാരന്റ് കമ്പനി ഷെയർ ഹോൾഡർ. അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ഡിഡക്ടിങ് പ്രിഫറൻസ് ഷെയർ ഡിവിഡൻഡ്, മൈനോറിറ്റി ഇൻട്രസ്റ്റ്, ടാക്സ് ഒക്കെ കുറച്ചിട്ടുള്ള എമൗണ്ട്. ഇനി എന്താണ് വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ് എന്നാണ്. അതായത് നമുക്കറിയാം 80,000 ഷെയർ ആണ് നമുക്ക് ഇക്കൊല്ലം ഉണ്ടായിരുന്നത്. അപ്പൊ ഇക്കൊല്ലം മൊത്തം തുടക്കത്തിൽ 80,000 ഷെയർ ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ്? ഈ 80,000 ഷെയറും ഇക്കൊല്ലം ഉണ്ട്. അപ്പൊ എന്താണ്? ഇക്കൊല്ലത്തെ ഫുൾ ഉണ്ട്. അപ്പൊ നമ്മൾ 80,000 ഇൻറ്റു 12/12 ഇതാണ് കാണുക. അതായത് എന്താണ്? ത്രൂ ഔട്ട് 12 മാസം ഈ ഷെയർ ഉണ്ടായിരുന്നു. നമ്മൾ ഒരു 9ാം മാസം, അതായത് ഏകദേശം ഒരു സെപ്റ്റംബർ 30-ാം തീയതി നമ്മൾ എന്ത് ചെയ്തു? ഒരു 5,000 ഷെയർസും കൂടി ഇഷ്യൂ ചെയ്തു. അപ്പൊ ഈ 5,000 ഷെയർ നമുക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല. ഈ സ്റ്റാൻഡേർഡ് പ്രകാരം നമുക്ക് അങ്ങനെ 85,000 ഷെയർസിന് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ എഴുതാൻ പറ്റില്ല. EPS കാൽക്കുലേറ്റ് ചെയ്യാം. ഈ 5,000ത്തിന് നമ്മൾ പ്രപ്പോർഷൻ ആയിട്ട് എടുക്കണം. ഈ 5,000 നമ്മൾ എപ്പോഴാ? സെപ്റ്റംബറിലാണ് ഇഷ്യൂ ചെയ്തത്. സെപ്റ്റംബർ 30-ാം തീയതി എന്ന് വിചാരിക്കുക. അപ്പൊ ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസമാണ് ഈ ഷെയർ അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 5,000 ഇൻറ്റു 3/12 എന്ന് ചെയ്ത് പ്രപ്പോർഷണൽ ആയിട്ട് നമ്മൾ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ എന്തായിരിക്കും? 80,000 ഇൻറ്റു 12/12. അതായത് ഫുൾ കൊല്ലം ഉണ്ട്. അപ്പൊ ചെയ്യേണ്ട ആവശ്യമില്ല. ഫുള്ള് കൊല്ലം ഉണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യണ്ട. അപ്പൊ 80,000 പ്ലസ് 5,000 ഇൻറ്റു ഇത് 3 മാസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ 3/12. അങ്ങനെ വേണം ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് ഈ സ്റ്റാൻഡേർഡ് പ്രകാരം പറയുന്നത്. ഇതിന്റെ അപ്ലിക്കേഷൻ വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ പുതിയ ഷെയർ മേടിക്കുക, അല്ലെങ്കിൽ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യേ, അല്ലെങ്കിൽ ഷെയർസ് നമ്മൾ ബൈബാക്ക് ചെയ്യുക ചെയ്താലാണ് ഈ വെയിറ്റിന്റെ അപ്ലിക്കേഷൻ വരിക. അങ്ങനെ ഒരു ഇവന്റും ഒക്കൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമലി EPS കാണുന്നത് പോലെ കാൽക്കുലേറ്റ് ചെയ്യാം. ജസ്റ്റ് നമുക്കൊരു പ്രോബ്ലം നോക്കാം. ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് എ കമ്പനി ബിഫോർ ടാക്സ് ഈസ് 6 lakh. ബിഫോർ ടാക്സ് ആണ്. ദർ ആർ 1 lakh equity shares and 20,000 10% preference shares in the company. Minority interest is 20%. Tax rate is 30%. ഇവിടെ 6 lakh എന്നുള്ളൊരു പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അത് ബിഫോർ ടാക്സ് ആൻഡ് ബിഫോർ പ്രിഫറൻസ് ഷെയർ ഡിവിഡൻഡ് ആൻഡ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ ഇൻഫോർമേഷൻ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ EPS കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഫ്റ്റർ ഡിഡക്ടിങ് ഡിവിഡൻഡ്, മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. നമുക്കറിയാം പ്രിഫറൻസ് ഡിവിഡൻഡും മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഒക്കെ നമ്മൾ ഇതിൽ നിന്നാണ് കൊടുക്കുക? ടാക്സ് കൊടുത്തതിന് ശേഷമുള്ള പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ കൊടുക്കുക. അങ്ങനെയുണ്ട്. നമുക്ക് നോക്കാം. പ്രോഫിറ്റ് ആഫ്റ്റർ ബിഫോർ ടാക്സ് എത്രയാണ്? 6 lakh ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ടാക്സ് കുറയ്ക്കണം. ടാക്സ് എത്രയാണ്? 30%. ലെസ് ടാക്സ് 30%. അപ്പോ 6 lakhന്റെ 30% എത്രയാണ്? 1,80,000. 6 lakh into 30/100. 1,80,000. നമുക്ക് എന്താ കുറയ്ക്കാനുള്ളത്? നമ്മൾ പറഞ്ഞു പ്രിഫറൻസ് ഡിവിഡൻഡും മൈനോറിറ്റി ഇൻട്രസ്റ്റും കുറയ്ക്കണം. പ്രിഫറൻസ് ഡിവിഡൻഡ് 20,000 പ്രിഫറൻസ് ഷെയർസ് ആണുള്ളത്. 10% ആണ് ഇൻട്രസ്റ്റ്. 100 രൂപയുടെയാണ് പ്രിഫറൻസ് ഷെയർസ്. അപ്പൊ 20,000 into 100 എന്ന് പറയുമ്പോൾ എത്രയാണ്?
20,000 into 100 എന്ന് പറയുമ്പോൾ 10, 100, 1000, 20 ലക്ഷം പ്രിഫറൻസ് ഷെയർസ് ആണുള്ളത്. എത്ര ശതമാനം ഇൻട്രസ്റ്റ്? 10%. അപ്പോ 20,000 into 100, അതായത് 20 ലക്ഷം into 10/100 എത്ര രൂപ ഇൻട്രസ്റ്റ് വരും? 2 ലക്ഷം രൂപ പ്രിഫറൻസ് ഷെയർസിന് ഇൻട്രസ്റ്റ് കുറക്കണം. അപ്പൊ ടാക്സ് കൊടുത്തിട്ട് ബാക്കി 4,20,000 ഉള്ളത് അതിന് എന്താണ് ഡിവിഡൻഡ് കുറയ്ക്കുക 2 ലക്ഷം. അപ്പൊ 2,20,000 ആണ് ബാക്കിയുള്ളത്. ഇത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മൊത്തമായിട്ട് കിട്ടുമോ? ഇല്ല. അവിടെ എന്തുണ്ട്? മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അവർക്കുള്ളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് എത്രയാണുള്ളത്? 20%. അപ്പൊ പ്രോഫിറ്റിന്റെ 20% അവർക്ക് അവകാശപ്പെടുന്നതാണ്. അപ്പൊ 2,20,000 into 20/100 എത്രയാണ്? 44,000. അപ്പൊ എന്താണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ളത് എത്രയാണ്? 1,76,000. അപ്പൊ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ടാക്സും പ്രിഫറൻസ് ഡിവിഡൻഡും മൈനോറിറ്റി ഇൻട്രസ്റ്റും കുറച്ചതിന് ശേഷമുള്ള പ്രോഫിറ്റ് ആണ് നമ്മൾ EPS കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. ഇവിടെ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യേ എന്തെങ്കിലും ബോട്ട് ബാക്ക് ചെയ്യോ ചെയ്തിട്ടില്ല. എത്ര തന്നെയാണ് ഇക്വിറ്റി ഷെയർസ്? 1 ലക്ഷം തന്നെയാണ് അത് ഇക്കൊല്ലം മൊത്തം ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ വെയിറ്റിന്റെ പ്രശ്നമില്ല. അപ്പൊ നമ്മുടെ ഫോർമുല എന്താണ്? പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്. പ്രോഫിറ്റ് അവൈലബിൾ എത്രയാണ്? 1,76,000 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എത്രയാണ്? 1 lakh. 1,76,000 ഡിവൈഡ് ബൈ 1 lakh എത്രയാണ്? 1.76 ആണ് EPS. ഇനി ഈ നെക്സ്റ്റ് ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇനിയിപ്പോ പുതിയ ഇഷ്യൂ ഓഫ് ഷെയർ നടത്തി എന്ന് വിചാരിക്കുക. അപ്പോഴാണ് ഈ വെയിറ്റിന്റെ അപ്ലിക്കേഷൻ ഉള്ളത്. അപ്പൊ ആ വെയിറ്റിന്റെ അപ്ലിക്കേഷൻ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് നോക്കാം. ഓൺ 13th 9 2020, 9 എന്ന് പറയുമ്പോൾ എത്രയാണ്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. സെപ്റ്റംബർ 30 A Limited made an issue of full market price of 1 lakh ordinary shares. 1 ലക്ഷം ഷെയർസ് ഇഷ്യൂ ചെയ്തു. ഓൺ the company has adopted calendar year as its accounting year. അതായത് calendar year ആണ് അക്കൗണ്ട് ചെയ്യുന്നത്, ജനുവരി ടു ഡിസംബർ. The relevant information. Shares in issue as at 31st December 2019 വരെ എത്ര ഉണ്ടായിരുന്നു? 8 ലക്ഷം രൂപ, 8 ലക്ഷം ഷെയർസ് ഉണ്ടായിരുന്നു. 2020 ആയപ്പോ എത്രയായി? 9 ലക്ഷം ഷെയർസ്. അപ്പൊ 1 ലക്ഷം ഷെയർസ് ആണ് എക്സ്ട്രാ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. എന്നാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് എന്താണ്? സെപ്റ്റംബറിലാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, 2020 സെപ്റ്റംബറിൽ. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 2019 എന്താണ്? 32,80,000. 2020 33,000. What is the EPS for 2020 and the corresponding figure for 2019? ഇവിടെ നമുക്ക് എന്താണ്? 2019 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. 8 ലക്ഷം ഷെയർ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. 2020 9 ലക്ഷം ഷെയർ ഉണ്ട്. പക്ഷെ ആ 9 ലക്ഷം ഷെയറും ത്രൂ ഔട്ട് ഉണ്ടായിരുന്നില്ല. 8 ലക്ഷം ഷെയർസ്, 8 ലക്ഷം രൂപയുടെ ഷെയർ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. പക്ഷെ 1 ലക്ഷം രൂപയുടെ ഷെയർ എത്ര മാസം ഉണ്ടായിരുന്നുള്ളൂ? 3 മാസം ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. 30/9 1 ലക്ഷം രൂപയുടെ ഓർഡിനറി ഷെയർസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, അതായത് സെപ്റ്റംബർ. അപ്പൊ ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസമാണ് ആ 1 ലക്ഷം രൂപയുടെ ഷെയർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ വെയിറ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു വെയിറ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ് 8 ലക്ഷം ഷെയർസ് എന്താണ്? ത്രൂ ഔട്ട് ഉണ്ട്. അപ്പൊ 8 ലക്ഷം into 12/12 8 ലക്ഷം തന്നെയാണ് അതിന് അപ്ലൈ ചെയ്യുന്നത്. ഇനി എന്താണ്? അഡീഷണലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 1 ലക്ഷം രൂപയുടെ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 1 ലക്ഷം രൂപയുടെ 2020. അത് എത്ര എന്നാ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്? സെപ്റ്റംബർ 30 അപ്പൊ ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസമാണ് ആ ഷെയർ ഉള്ളൂ. അപ്പൊ 1 ലക്ഷം രൂപയുടെ ഷെയർ ഇഷ്യൂ ചെയ്താലും നമ്മൾ അതിന്റെ വെയിറ്റ് കാണുമ്പോൾ എന്തേ വരുള്ളൂ? 1 ലക്ഷം into 3 മാസമല്ലേ? 3/12. അപ്പൊ 8 ലക്ഷം രൂപയുടെ ഷെയർ ത്രൂ ഔട്ട് ഉണ്ട്, പ്ലസ് 1 ലക്ഷം രൂപയുടെ ഷെയർ 3 മാസം ഉണ്ട്. അപ്പൊ 8 ലക്ഷം into 12/12 പ്ലസ് 1 ലക്ഷം into 3/12. അപ്പൊ 8 ലക്ഷം into 12/12 നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്താണ്. 2019 വെയിറ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ് 8 ലക്ഷം ഷെയർസ് ഫുൾ ത്രൂ ഔട്ട് 2000 ഉണ്ടായിരുന്നു. അപ്പൊ എത്രയാണ്? 8 ലക്ഷം തന്നെയാണ്. പ്ലസ് 2020 എന്ത് വന്നു? 1 ലക്ഷം രൂപയുടെ ഷെയറും കൂടി അഡീഷണൽ ഇഷ്യൂ ചെയ്തു സെപ്റ്റംബർ. അപ്പൊ 3 മാസമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ 1 ലക്ഷം into 3/12 എത്രയാണ്? 25,000 ആണ് വരെ. 1 lakh into 3/12. അപ്പൊ മൊത്തം എത്ര ഷെയർ ആയി? 8 ലക്ഷം പ്ലസ്
25,000, 8,20,000. ഇങ്ങനെയാണ് വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ് കാൽക്കുലേറ്റ്. നമ്മൾ ഈ IFRS വരുന്നതിന് മുമ്പ് നമ്മൾ EPS കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ബ്ലൈൻഡ് ആയിട്ടാണ്. 8 ലക്ഷം പ്ലസ് 1 ലക്ഷം കൂടി ഇഷ്യൂ ചെയ്തു, അപ്പൊ 9 ലക്ഷം ഷെയർസ് ഉണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ 9 ലക്ഷം ചെയ്യും. പക്ഷെ ഈ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് വന്നതിന് ശേഷം വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. എത്ര മാസത്തിനാണ് ഉള്ളത് അത് വെച്ചിട്ട് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ 2020 മാത്രമേ കൺഫ്യൂഷൻ ഉള്ളൂ. 2019 എന്തുണ്ട്, 8 ലക്ഷം ഷെയർസ് ഉള്ളത് ത്രൂ ഔട്ട് ഉണ്ട്. അപ്പൊ 8 ലക്ഷം തന്നെയാണ് വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്. 12 × 12 വരെ, അത് നൾ എഫക്റ്റ് ആണ്. 2020 8 ലക്ഷം ഷെയർസ് ഓൾറെഡി ഉണ്ട്, അപ്പൊ അത് ത്രൂ ഔട്ട് ഉണ്ട്. പ്ലസ് അക്കൊല്ലം സെപ്റ്റംബർ 30 1 ലക്ഷം രൂപയുടെ ഷെയർസും കൂടി, 1 ലക്ഷം രൂപയുടെ അല്ലാട്ടോ, സോറി, 1 ലക്ഷം ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 1 ലക്ഷം എന്ന് പറയുമ്പോൾ എത്രയാണ്, ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസമാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 3/12 വെച്ചിട്ട് പ്രൊപ്പോർഷൻ ആണ്. അപ്പൊ 8 ലക്ഷം ഇൻറ്റു 12 പ്ലസ് 1 lakh ഇൻറ്റു 3/12 എത്രയാണ്, 8,25,000 ഷെയർസ് 2020 ഉണ്ടെന്നാണ് നമ്മൾ EPSന്റെ പർപ്പസിന് വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ EPSന്റെ ഫോർമുല എന്താണ്, പ്രോഫിറ്റ് അവൈലബിൾ ടു പാരന്റ് കമ്പനി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്. ആ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര മാസം ആ നമ്പർ ഓഫ് ഷെയർ ഉണ്ട് എന്ന് നോക്കുക. അത് നോമിനേറ്റർ ആയിട്ട് എടുക്കുക, ഡിവൈഡഡ് ബൈ 12 ഇതായിട്ടും എടുക്കുക. ഇവിടെ നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ്, 2019 EPS നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാണ്ട് 2020 ഉണ്ട്. അപ്പൊ 2019 EPS എത്രയാണ്, പ്രോഫിറ്റ് എത്രയാണ്, 32,80,000 ആഫ്റ്റർ ടാക്സ് ആണ്. അപ്പൊ 32,80,000. അപ്പൊ 2019 അപ്പൊ 32,80,000 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് എത്രയാണ്, 8 ലക്ഷമാണ്, ത്രൂ ഔട്ട് ഉണ്ട്. അപ്പൊ വെയിറ്റഡിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, എന്നാലും 12/12 8 ലക്ഷമാണ്. അപ്പൊ 32,80,000 ഡിവൈഡഡ് ബൈ 8 ലക്ഷം എത്രയാണ്, 4.1. ഇനി 2020 എത്ര പ്രോഫിറ്റ്, 33 ലക്ഷം. അപ്പൊ പ്രോഫിറ്റ് 33 ലക്ഷം ഡിവൈഡഡ് ബൈ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണ്, 8 ലക്ഷം ഓൾറെഡി അക്കൊല്ലം മൊത്തം ഉണ്ട്, പ്ലസ് അഡീഷണലി 1 ലക്ഷം 3 മാസത്തേക്ക് ഇഷ്യൂ. അപ്പൊ 1 lakh ഇൻറ്റു 3/12 25,000. അപ്പൊ 8 ലക്ഷം പ്ലസ് 25,000, 8,20,000. 33 ലക്ഷം ഡിവൈഡഡ് ബൈ 25,000 എത്രയാണ്, 4 ലക്ഷം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക, എളുപ്പമാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.